ഈ ഒരു സിനിമയുടെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ എവിടെയാണ്? ഈ സിനിമയുടെ ഷൂട്ട് നടന്നത് 2 ഷെഡ്യൂളായിട്ടാണ് നടന്നത്. അതിൽ മെയിൻ ആയിട്ട് ഷൂട്ട് നടന്നത് കോഴിക്കോടാണ്. പിന്നെ കുറച്ച് ഷൂട്ട് നമ്മളെ എറണാകുളത്തും ഉണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ലൊക്കേഷൻ എക്സ്പീരിയൻസ്? ലൊക്കേഷൻ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ നമ്മള് ഭയങ്കര വലിയൊരു പടമല്ല, ചെറിയൊരു പടമാണ്. പക്ഷെ അതിന്റെ ലൊക്കേഷൻ എക്സ്പീരിയൻസ് പറയുമ്പോൾ ഞങ്ങൾ പല ലൊക്കേഷനിലേക്കൊക്കെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ട്രാവൽ ചെയ്തിട്ടുണ്ട്. കൂടുതൽ ലൊക്കേഷൻ മാറി ചേഞ്ച് ആയിട്ട്. അപ്പൊ നമ്മൾ ഒരുമിച്ചൊക്കെ എല്ലാവരും ഒരു ഫാമിലി പോലെ തന്നെ എല്ലാവരും ഒക്കെ ഒരുമിച്ചൊക്കെയാണ് ട്രാവലൊക്കെ ചെയ്തത്. അപ്പൊ അത് നല്ല രസമായിരുന്നു. അല്ലാത്ത ടൈമൊക്കെ നമുക്ക് കൂടുതൽ ഒരു തറവാട് പോലത്തെ വീടൊക്കെ ആയിരുന്നു. ഇപ്പൊ എനിക്കൊക്കെ ആണല്ലോ എന്റെ വീടൊക്കെ ആയിട്ട്. അപ്പം വീട് അങ്ങനെ കഥാപാത്രത്തിൽ അങ്ങനെ വരും. സോങ്ങിന്റെ സമയത്താണ് നമ്മൾ കുറെ ട്രാവൽ ചെയ്തു. നമ്മള് വാട്ടർഫോളിൽ അത് ഇത് കുറെ സ്ഥലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി. അങ്ങനെ എനിക്കൊന്ന് കടമക്കുടിയൊക്കെ ഉണ്ടായിരുന്നു. കുറെ സ്ഥലത്തുണ്ട്, വരാപ്പുഴ കടമ കുറെ സ്ഥലത്തുണ്ടായിരുന്നു. അത് നല്ല രസമായിരുന്നു. അപ്പൊ ലൊക്കേഷൻ ടു ലൊക്കേഷൻ പോകും, അതിന്റെ ഇടയിൽ നമ്മളെ സംസാരവും ഇതും എല്ലാവരും കൂടി ഒരുമിച്ച് പോകുമ്പോഴുള്ള നമ്മള് സിനിമ അഭിനയിക്കുന്നവർ മാത്രമല്ല കേട്ടോ, പുറകിലുള്ള ക്രൂ മെമ്പേഴ്സും എല്ലാവരും നല്ല ഫണ്ണായിരുന്നു. അയ്യോ, എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. എസ്പെഷ്യലി ക്രൂ മെമ്പേഴ്സിനെ എല്ലാവരും തന്നെ എടുത്തു പറയണം. ഞാൻ എല്ലാവരുമായിട്ട് നല്ല കമ്പനി ആയിരുന്നു. എല്ലാവരും ഭയങ്കര കംഫർട്ടബിൾ ആക്കിയായിരുന്നു. അങ്ങനെ ഒരു സിനിമ സെറ്റിലോട്ടേക്ക് പോയതുകൊണ്ട് നീ പുതിയ ഒരാൾ അങ്ങനത്തെ ഒരു ട്രീറ്റ്മെന്റ് എനിക്ക് എവിടെ നിന്നും കിട്ടിയിട്ടില്ല. അതേന്ന് തോന്നുന്നു. അതെ, നമ്മള് കോമ്പിനേഷൻ ഉണ്ട്. അമിനായിട്ട് കുറെ കോമ്പിനേഷൻ ഉണ്ട്. പിന്നെ വേറെ ക്യാരക്ടേഴ്സ് ആയിട്ടും കോമ്പിനേഷൻ ഉണ്ട്. ഇത് നമ്മുടെ എനിക്ക് ഹരീഷ് കണാരൻ ചേട്ടനായിട്ട് കോമ്പിനേഷൻ ഉണ്ട്, അച്ഛനായിട്ട് കോമ്പിനേഷൻ ഉണ്ട്, ആമി, പിന്നെ ഇതില് പ്രദീപ് ബാലൻ, രമേശ് കപട, കുറെ പേരുണ്ട്, കുറെ ആർട്ടിസ്റ്റ് നിരകൾ തന്നെയുണ്ട്, ഇന്ദ്രൻ സേട്ടൻ, ഇവരൊക്കെ ആയിട്ട് കോമ്പിനേഷൻ ഉണ്ട്. ഒരുപാട് എല്ലാവരുമായിട്ട് കോമ്പിനേഷൻ. എനിക്ക് തോന്നുന്നു ഹരീഷ് കണാരനായിട്ട് എനിക്ക് കോമ്പിനേഷൻ ഇല്ല. ബാക്കി എല്ലാവരുമായിട്ട് ഏറെക്കുറെ എനിക്ക് സെന്തിലേട്ടനായിട്ട് കോമ്പിനേഷൻ ഇല്ല. സെന്തിലേട്ടനും ഹരീഷ് കണാരൻ ചേട്ടനായിട്ട് എനിക്ക് കോമ്പിനേഷൻ ഇല്ല. പക്ഷെ ഇത് കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ ഇതാ കഥ എങ്ങനെയാണ്, ഇത് എല്ലാ ക്യാരക്ടേഴ്സും ഇങ്ങനെ കേറി ഇറങ്ങി പോകുന്നുണ്ട്. എല്ലാവരുടെ ജീവിതത്തിലും കൂടെ കേറി പോകുന്ന ടൈപ്പ് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോകുന്ന സംഭവം. ശ്യാമേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ രാധേശ്യാം എന്നാണ് ഡയറക്ടറെ പേര്. ഞാൻ ശ്യാമേട്ടനെ വിളിക്കാറ്. ശ്യാമേട്ടൻ എനിക്ക് കുറെ ചെറുപ്പം തൊട്ടേ അറിയാം. ഇപ്പൊ ശ്യാമേട്ടനെ മാത്രമല്ല, ഇപ്പൊ നമ്മുടെ റൈറ്റർ ശാന്തേട്ടനാണെങ്കിലും മ്യൂസിക് ഡയറക്ടർ പ്രകാശ് ചേട്ടൻ, പിന്നെ അത്യാവശ്യം ഇതിനകത്ത് വർക്ക് ചെയ്ത എല്ലാവരും നമ്മൾ ഈ അച്ഛനും അങ്ങനെ എല്ലാവരും നമുക്ക് നേരത്തെ അറിയാം. നല്ല കമ്പനിയുള്ള ആൾക്കാരൊക്കെ തന്നെ. അപ്പം ശ്യാമേട്ടനാണെങ്കിൽ ശ്യാമേട്ടന്റെ ഫസ്റ്റ് ഡയറക്ഷനിൽ വരുന്ന ഫസ്റ്റ് പടമാണ്. ശ്യാമേട്ടൻ വലിയ പ്രൊഡക്ഷൻ കൺട്രോളറാണ്, ഇത്ര വർഷങ്ങളായിട്ട് ഈ ഫീൽഡിലുള്ള ആളാണ്. പുള്ളിയുടെ ഫസ്റ്റ് പടം പുള്ളി നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. ഡയറക്ടറിന്റെ ഫസ്റ്റ് പടമാണ്. അപ്പം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ശ്യാമേട്ടൻ നല്ല രീതിയിൽ ഈ പടം കൺസീവ് ചെയ്തിട്ടുണ്ട്. പുള്ളിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നു, നമ്മൾ ചെയ്യുമ്പോഴാണെങ്കിലും ഇതാണ് വേണ്ടത്, ഗൈഡൻസ് ഒക്കെ കറക്റ്റ് ആയിരുന്നു. ആളുടെ കൂടെ വർക്ക് ചെയ്തപ്പോ നല്ലതായിരുന്നു. പുള്ളി നല്ലയാ. നമ്മള് എല്ലായിടത്തും വന്ന് നല്ല രീതിയിൽ സംസാരിച്ച് നമ്മളൊക്കെ ആയിട്ട് എല്ലാവരും ആ ഒരു ബോണ്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു പ്രൊഫഷണലിനേക്കാളും കൂടുതൽ പേഴ്സണലി പുള്ളി നമ്മളെ ഭയങ്കര കംഫർട്ടബിൾ ആക്കി നമ്മളത് സംസാരിക്കുന്നതാണെങ്കിൽ എല്ലാ പുള്ളി നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പൊ അങ്ങനെയൊക്കെ ഒരു ബോണ്ട് എല്ലാരും തമ്മിലുണ്ട്. പുള്ളിയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല രീതിയിൽ. ശ്യാമേട്ടൻ പിന്നെ ഓൾറെഡി പ്രൊഡക്ഷൻ കൺട്രോളറും കൂടി പണ്ടായതുകൊണ്ടും ശ്യാമേട്ടനെ എല്ലാം അറിയാം. മുക്കും മൂലയിലും എന്ത് സംഭവിക്കുന്നു, ശ്യാമേട്ടന്റെ പടമാണത്. ശ്യാമേട്ടന് അറിയാം എന്താണ്. ഇപ്പൊ മെയിൻ കപ്പിത്താൻ സീറ്റിൽ ഇരിക്കുകയാണെങ്കിലും ആ മൂലയ്ക്ക് എന്താ നടക്കുന്നത്, ഈ മൂലയ്ക്ക് എന്താ നടക്കുന്നത് പുള്ളിക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പൊ അതിൻ്റെതായിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ഷൂട്ടിനാണെങ്കിലും നമുക്ക് ടൈം വേസ്റ്റേജോ അങ്ങനെയൊന്നും നമ്മളെ ഷൂട്ടിന് അധികം ഉണ്ടായിട്ടില്ല. നമ്മളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞ ഷെഡ്യൂൾ പറഞ്ഞതിനെ കൊണ്ട് ചിലപ്പോൾ ചില ദിവസങ്ങൾ നമ്മൾ ഒരു സീൻ എക്സ്ട്രാ വരെയൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ നല്ല ഇതായിട്ടാണ് എന്റെ ഷൂട്ടൊക്കെ. ക്യാമറ നമ്മുടെ ചേട്ടൻ എൽദോ ഐസക് ആണ് നമ്മുടെ സിനിമോട്ടോഗ്രാഫർ. എൽദോ ചേട്ടൻ നല്ല ബ്യൂട്ടിഫുൾ ഫ്രെയിംസ് ഉണ്ട് സിനിമയിൽ, എസ്പെഷ്യലി സോങ്സിലൊക്കെയാണ് ഒക്കെ നല്ല പുള്ളി ഫ്രെയിം ഒക്കെ നമ്മളിങ്ങനെ പെട്ടെന്ന് കഴിഞ്ഞോ സെറ്റ് ആയോ. ഇങ്ങനെയല്ല, പൊതുവെ ലൈറ്റിംഗ് സമയം എടുക്കുന്ന പറഞ്ഞാൽ നമുക്ക് റെസ്റ്റ് എടുക്കാൻ ടൈം കിട്ടും. ക്രൂ മെമ്പേഴ്സിനൊക്കെ പറയണം കേട്ടോ, ക്രൂ മെമ്പേഴ്സിന് ബിഗ് ഷൗട്ട് ഔട്ട്. നമ്മളൊന്ന് ഇരിക്കുമ്പോഴത്തേക്ക് ആയി കേട്ടോ. അപ്പൊ ഞാൻ ശരി ഇരിക്കാനും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഫാസ്റ്റാ. ഒരു നല്ല നിങ്ങളുടെ പ്രതീക്ഷ എങ്ങനെയാണ് ഇത് കാണുമ്പോൾ? നല്ലതായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ബാക്കിയൊക്കെ പ്രേക്ഷകർ
റിക്വസ്റ്റ് എന്താന്ന് വെച്ചാൽ എല്ലാവരും സിനിമ തിയേറ്ററിൽ തന്നെ ആദ്യ ദിവസങ്ങളിൽ തന്നെ വന്ന് കാണാൻ ശ്രമിക്കുക. നമ്മള് നല്ല കണ്ടന്റ് ഉള്ള ഒരു പടം തന്നെയാണ്. അപ്പം നിങ്ങളൊക്കെ ഫസ്റ്റ് സിനിമ തിയേറ്ററിൽ വന്ന് കാണുന്ന അനുസരിച്ചിരിക്കും നമ്മുടെ പടത്തിന്റെ വിജയം എല്ലാം, നമ്മുടെ അതിന്റെ റണ്ണും ഒക്കെ. അപ്പൊ നിങ്ങൾ എല്ലാവരും മാക്സിമം തിയേറ്ററിൽ തന്നെ വന്ന് കാണാൻ ശ്രമിക്കുക. ഇനി ഒട്ടും തിയേറ്ററിൽ വരാൻ പറ്റാത്ത ആൾക്കാരാണ് OTT-ലാണെങ്കിലും മസ്റ്റ് ആയിട്ട് കാണുക, വിട്ടുപോകാതെ കാണുക. എല്ലാവരും നമ്മളെ അപ്രിഷിയേറ്റ് ചെയ്യുക, നമ്മുടെ വർക്ക് എങ്ങനെയുണ്ടെന്ന് അനലൈസ് ചെയ്യുക. അതെ, ഫസ്റ്റ് മൂവിയാണ്, അപ്പൊ എന്നെ അനലൈസ് ചെയ്യുക. ചെയ്തിട്ടുണ്ടോ? പ്രൊജക്ട് കമ്മിറ്റഡ് പ്രൊജക്ട് ഒന്നും ആയിട്ടില്ല. 2-3 പ്രൊജക്ട്സിന്റെ ടോക്സ് നടക്കുന്നുണ്ട്, പക്ഷെ അത് ഒന്നും ആയിട്ടൊന്നുമില്ല, കൺഫേം പറയാറായിട്ടില്ല. എന്താണ് എനിക്ക് പ്രേക്ഷകരോട് അല്ല, ഇത് തന്നെയാണ്. നല്ല രീതിയിൽ എന്തായാലും പടം നല്ല രീതിയിൽ വന്നിട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും December 4th എല്ലാവരും പോയി കാണണം, നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ തന്നെയാണ് പറയാനുള്ളത്. അപ്കമിങ് ഒരു തമിഴും ഒരു തെലുങ്കും ഉണ്ട്. പിന്നെ ഞാൻ ചെയ്തിട്ടുള്ള ഒരു പടമുണ്ട് മലയാളത്തില്, നമ്മളത് അത് റിലീസ് ആയിട്ടില്ല ഇതുവരെ. അങ്ങനെ അതിന് മുന്നേ ഇതിന് മുന്നേ ചെയ്തതാണ്. അപ്പൊ അത് റിലീസ് ആവാനുണ്ട്. അപ്പൊ അത് പിന്നെ ഇപ്പൊ തമിഴും തെലുങ്കും ഉണ്ട്. സിനിമ ഇറങ്ങുമ്പോൾ എന്തായാലും വിജയമാവട്ടെ എന്ന് Thank you. ആശംസിക്കുന്നു. റോളുകൾ കിട്ടട്ടെ. Yes. ഒരുപാട് താങ്ക് യു. Thank you.